തോട്ടത്തിൽ വെച്ച് മനുഷ്യരുണ്ടാക്കിയിട്ട് ദൈവം 2 കാര്യം ഇവർക്ക് അലോപടി ചെയ്താമേ. ആർക്കും പറയാമോ? ഇപ്പൊ ഇവർ ജീവനുള്ള ദേഹിയാൽ തീർന്നു, നടക്കാൻ ശ്രമിക്കുന്നു, നല്ല ആരോഗ്യമുള്ള ഹെൽത്തുള്ള ബോഡിയായി തീർന്നു, ശരീരമായി തീർന്നു. ചെറു കുഴപ്പമില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ഞാൻ നോക്കട്ടാമേ. ഇവർക്ക് 2 കാര്യം കർത്താവ് അവിടെ വെച്ച് വന്നു. ഒന്ന്, തോട്ടം സൂക്ഷിപ്പാനും അവിടെ വേലയുമാണ്, അല്ലേ? എന്നിട്ട് ഇവർ അവിടെ പാപം ചെയ്തതിനു ശേഷം ആ ഒരു സർക്കിൾ തീർന്നു. നിസ്സക്കൻ പാപം ചെയ്ത രണ്ടാമത്തെ സർക്കിൾ അത് വരുന്നു. ഇവർക്ക് കർത്താവ് 2 കാര്യം വരെ ചെയ്തു, അല്ലെ? എന്താ ഇവർ കൊടുത്തിട്ട് 2 കാര്യം? ഒന്ന്, വസ്ത്രം കൊടുത്തോ ഇല്ലയോ? 2 ആഹാരം കൊടുത്തോ ഇല്ലയോ? കൊടുത്തുവല്ലോ. ബാക്കിയുള്ള കൊടുത്തോ? ഒന്ന് കൊടുത്തിട്ട് ഉറപ്പാണല്ലോ. ഈ 2 കാര്യവും ഒരു മനുഷ്യന് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ വരവ് ഇനി 2 കാര്യം മനുഷ്യന് ആവശ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, സഹോദര, നീ നീ ആഹാരം കഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. എന്താ ജീവൻ ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നതിനാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി. ആഹാരം കഴിക്കണമെന്ന് പ്രമാണമുണ്ടോ? പ്രമാണമുണ്ട്, തന്നല്ലോ, ദൈവം തന്നല്ലോ. 3-4 പ്രാവശ്യം എഴുതിയിരിക്കുന്നതാണ്. യേശുക്രിസ്തു പോലും പലപ്പോഴും ചെന്ന് ചില രോഗികളെ സൗഖ്യമാക്കിയിട്ട് ലിസ്റ്റ് പറയുന്നറിയോ, അവൻ ആഹാരം കൊടുക്കാൻ അത് വേണ്ട. തളർന്നു വരുന്ന പടകുന്ന തളർന്നു വരുന്ന പത്രോസിനെ ശിഷ്യന്മാരെ ആ ക്ഷീണിച്ചെറുപ്പം കർത്താവ് കണ്ണിൽ ചുട്ടെടുത്ത ആഹാരം തിന്നണമെന്നും കഴിക്കണമെന്നുള്ള പ്രമാണം കൊടുക്കും. അപ്പൊ ആഹാരം അത്യാവശ്യമാണ് ശരീരത്തിന്, അല്ല? ഈ ശരീരത്തിന് ആവശ്യമാണ്. വസ്ത്രത്തിന് ആവശ്യമുണ്ട്, ഉണ്ടോ? അപ്പൊ ആഹാരം വേണം, വസ്ത്രം. കമ്മലിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നത് വസ്ത്രം മനുഷ്യന് ആവശ്യമാണ്, മാനം മറിക്കുവാൻ. ആഹാരം മനുഷ്യരില്ലെങ്കിൽ ചത്തുപോകും. ആമേ. ഈ കാതിൽ കമ്മൽ എന്തിനാ ഇടുന്നത്? എനിക്ക് അതിന് ആൻസർ കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞു 2 കാര്യം ഇവര് ഉത്തരം പറഞ്ഞു. അതില്ലെങ്കിൽ മനുഷ്യത്വവും ഇല്ലെങ്കിൽ നാടക്കേടോ. നിങ്ങൾ കാതിൽ എന്തിനാ കമ്മൽ ഇടുന്നത്? ആൻസർ ഇല്ല. ഇനി കാതിൽ കമ്മലിടുന്നവരോ പറയട്ടെ, ശരീരത്തിന് മുറിവ് വരുത്തരുന്ന പ്രമാണം എഴുതിയിരിക്കുന്നു. ശരീരത്തിൽ ശരീരത്തിന് മുറിവ് വരുത്തരുത്. കാതിൽ കുത്തുമ്പോ മുറിവ് പോലെ വേണ്ടിയോ? ഒരു ഡ്രോപ്പ് ബ്ലഡ് എന്ന് പ്രസരത്തിൽ സത്യമാണ്. മുറിവ് വരുത്തരുതെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതേ പിശാച് ഈ ജനത്തെ കൊണ്ട് മുറിവ് വരുത്തി. ഇത് ഈ വിശ്വാസം മനസ്സിലാക്കുന്നതാണ്. എന്റെ ചോദ്യമാണ്, നീ ആഹാരം കഴിക്കുന്നത് നിന്റെ ജീവന നിലനിൽപ്പിനാണ്, വസ്ത്രം ധരിക്കുന്നതിന് മാനം മറിക്കാൻ വേണ്ടി. ഇതെന്തിനാണ് നീ ഇടുന്നത്? എനിക്ക് ആരും ആൻസർ ചെയ്യുന്നില്ല. എന്റെ ആൻസർ തന്നോട് ഞാനിലേക്ക് കൊടുക്കുന്ന ആൻസറോട് ഞാൻ ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഉണ്ണുവാനും കൊടുക്കുവാനും. ഇത് പഴയ പറഞ്ഞ വാക്കുകളാണോ? എത്ര കൺഫേം ആയി കർത്താവ്. ഉണ്ണുവാൻ ആഹാരം, ഉടുക്കാൻ വസ്ത്രം, മാന്യമായി ഈ 2 ലഭിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് പോകുന്നത് ഇത് 2മാണ് ജോയിബതിനെ ഈ ശരീരത്തിന് ആവശ്യമാണ്. ഇതിനപ്പുറം എന്തെങ്കിലും ഈ ശരീരത്തിന് നാം ചെയ്യുന്നുവെങ്കിൽ അത് ദുഷ്ടം നിന്ന് വരുന്നു. ഈ മണ്ടന്മാർ മനസ്സിലാക്കട്ടെ. ഇതായത് യാഥാർത്ഥ്യ ആ ഭാഗം നിർത്തുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ശരീരത്തിൽ തന്ന മനോഹരമായി തന്ന ദൈവവസ്തുക്കുന്ന ആലയത്തിന് വചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു കൂട്ടി അഭംഗി വരുത്തി ദൈവമോ മരുത്തി ഇവരാരും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ന് ഈ ധരിച്ചു കൊണ്ടുപോകുന്ന ഈ ആത്മാക്കളെല്ലാം ഒരു സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഭൂമിയിൽ മാറ്റപ്പെടേണ്ടി വരും. ഇവരുടെ ആത്മാവെങ്ങനെ സ്വർഗത്തെത്തും? അതിനെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല. അതിന്റെ ഉപദേശമാണ് വിശുദ്ധ ദേവദാസങ്ങൾ കൊടുക്കുന്ന അമ്മേ. അരുത് 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 അമ്മേ. അപ്പൊ ഇവിടെ അതൊന്നും ചിന്തയില്ല. എല്ലാവരും സഭയ്ക്കകത്ത് വരണം, എല്ലാവരും ഒരേപോലെ. ഞാൻ അങ്ങനെയെങ്കിൽ ലോക മനുഷ്യരും ഇപ്പൊ നമ്മുടെ ഈ സംഭവം ഇട്ടതിരിക്കട്ടെ, ലോക മനുഷ്യരും നമ്മളുള്ള വ്യത്യാസമാണ് കേൾക്കുന്നത്. പിന്നെ നേരത്തെ പോയി അവിടെ നിന്നാൻ പോരായിരുന്നോ? ഇത്രയും ഉള്ളൂ. ഇതിനകത്ത് പിന്നെ എന്തിനാ വന്നത്? ഇതിനകത്ത് വന്നതേ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ